വൈദികനിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് പുതുചരിത്രമെഴുതി മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം അല്പസമയത്തിനകം. ഇന്ത്യൻ സമയം രാത്രി 8:30 സ്ഥാനാരോഹണ ചടങ്ങ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചടങ്ങിന് നേതൃത്വം നൽകും. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എന്ന അപൂർവ സൗഭാഗ്യമാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ തേടിയെത്തുന്നത്. ഇത്തരത്തിലൊരു സൗഭാഗ്യം തേടിയെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. മാർ ആന്റണി പടിയറ, മാർ ജോർജ് ആലഞ്ചേരി, ശേഷമിതാ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് 3 കർദിനാൾമാരെ കത്തോലിക്ക സഭയ്ക്ക് സംഭാവന ചെയ്തു എന്ന ഖ്യാതി ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സ്വന്തം. ശരത് SS കോട്ടയത്ത് നിന്നും ചേരുന്നു നമുക്കൊപ്പം. ശരത് SS, ഇത് അപൂർവ നിമിഷമാണ്, അപൂർവ ഭാഗ്യമാണ്. കർദിനാൾ പദവിയിലേക്ക് ജോർജ് കൂവക്കാട് എത്തുന്നതോടുകൂടി ആ ഒരു ആർച്ച് ബിഷപ്പ്, ഒരു വൈദികൻ ഒരു കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ സാഹചര്യത്തിലുണ്ട്. എത്രമേൽ ആനന്ദത്തിലാണ്, എത്രമേൽ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് കത്തോലിക്ക സഭാ കുടുംബങ്ങൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ മാത്രം 4.5 ലക്ഷത്തോളം വിശ്വാസികളുണ്ട് എന്നാണ് കണക്ക്. മൊത്തം സീറോ മലബാർ സഭയിൽ 45 ലക്ഷത്തോളം വിശ്വാസികളും ഇന്ന് ഒന്നുകിൽ വത്തിക്കാനിൽ നേരിട്ടോ അതല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലോ ഈ സ്ഥാനാരോഹണം കാണാൻ കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ഈ നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ ഈ ഇടവകയിലാണ്. ഇവിടെ വിപുലമായ പരിപാടികളാണ് ഈ സ്ഥാനാഹരണം, കർദിനാൾ സ്ഥാനാഹരണവുമായി ബന്ധപ്പെട്ട് ഇടവക നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് പ്രധാനമായും വിശ്വാസികൾക്ക് ഇത്തരത്തിൽ ഈ സ്ഥാനാഹരണം നേരിട്ട് കാണാൻ വേണ്ടി ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബിഗ് സ്ക്രീൻ, അതായത് നമുക്ക് വലിയൊരു സ്ക്രീനിൽ തന്നെ ആളുകൾക്ക് ഈ സ്ഥാനാരോഹണം നേരിട്ട് കാണാമെന്നുള്ളതാണ്. അതിന്റെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കി. വിശ്വാസികളൊക്കെ തന്നെ ഈ ഇടവകയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8:30, അതായത് ഇന്ത്യൻ സമയം 8:30 ഈ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോഴേക്കും ഇടവക ഒരുപക്ഷെ നിറഞ്ഞ് കവിയും. ആ രീതിയിലുള്ള ജനക്കൂട്ടം ഇല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു വലിയൊരു സമൂഹം ഇത്തരത്തിൽ ഈ ഇടവകയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെയുള്ള ഇടവകയുടെ ഭാരവാഹികളൊക്കെ തന്നെ പറയുന്നത്. നമുക്കൊപ്പം വൈദികൻ കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ? അത് ഏതാനും മണിക്കൂറുകൾക്കകം ഞങ്ങളുടെ ഒരു വൈദികൻ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു അച്ഛൻ കർദിനാളായിട്ട് മാറ്റപ്പെടുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലെ, ഏതാനും മണിക്കൂറുകൾക്കകം ഇടവക ദേവാലയത്തിൽ ഒത്തിരി പേര് വന്ന് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടവകയിൽ നിന്നും ഒരു സംഘം റോമിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇടവകയോട് ചേർന്ന് ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹത്തിന്റെ, വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. കാരണം ഞങ്ങളുടെ ഈ ഇടവകയിൽ ഒരു വ്യക്തി തന്നെ കർദിനാളായിട്ട് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയും മാമൂൽ ഇടവക ദേവാലയവും സീറോ മലബാർ സഭയും കത്തോലിക്ക സഭയും എല്ലാം ഒരുപോലെ സന്തോഷിക്കുമ്പോൾ ഞങ്ങളും ദൈവത്തോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അഭിമാന നിമിഷമാണ്. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിലാണ്. ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ എല്ലാവരും വരും. 8:30 എത്തും ഇവിടെ എല്ലാവരും കാണാൻ. അമ്മച്ചി, അഭിമാന നിമിഷമാണല്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല അഭിമാനമാണ്. ഇത്രയും നല്ലൊരു ചടങ്ങ് നടക്കുന്നതും ഇതാവായതും ഒക്കെ ഓർക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇത് കൂടുതൽ അഭിമാനം കിട്ടാനൊന്നുമില്ല. ഈ മാമൂട് കരയിലേക്ക് അത്രയ്ക്കും നല്ല ഇതായിട്ടാണ് ഞങ്ങൾ. വിശ്വാസികളാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചില്ല. എല്ലാവരും വലിയ അഭിമാനത്തിലാണ്. കാരണം ഈ നാടിന് വലിയ അഭിമാനമാണ്. ഈ പിതാവ് ജോർജ് ജേക്കബ് കൂവക്കാട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലെ ഇടവകയിലെ ആളാണ്. ആ രീതിയിൽ വലിയ പദവിയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഇവിടെ തന്നെ പലതവണ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ അഭിമാനമായൊരു നിമിഷമാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാനാരോഹണത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് വൈദികനായി നിന്ന് നേരിട്ടാണ് അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് ആ ഒരു ഉയർത്തപ്പെടുന്നത്. അങ്ങനെ അത്രത്തോളം പ്രത്യേകതയുണ്ട്. അപ്പം ഇന്ത്യയിൽ ആദ്യമായാണ് അങ്ങനെ ഒരാൾ കർദിനാൾ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ തന്നെ വിശ്വാസികൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ മുഹൂർത്തത്തെ കാണുന്നത്. നേരത്തെ തന്നെ പലതവണ അദ്ദേഹം വത്തിക്കാനിൽ പോയിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടോളം വത്തിക്കാനിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു. മാർപ്പാപ്പയുടെ ഒക്കെ തന്നെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായി വഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം, ആ രീതിയിൽ ഒരു വലിയ വ്യക്തിബന്ധമുള്ള ആൾ കൂടിയാണ് ജോർജ് ജേക്കബ് കൂവക്കാട് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയും കേരളവും ഭാരതത്തിലെ കത്തോലിക്ക സഭയും എല്ലാം കാത്തിരിക്കുന്നത് ഈ ചരിത്ര നിമിഷത്തിന് വേണ്ടിയാണ്. ഈ ഒരു വൈദിക പദവിയിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നത് മാത്രമല്ല, മാർ ജോർജ് കൂവക്കാടിനെ വലിയ ഒരു കൗതുകവും അതേസമയം തന്നെ ഈ നിമിഷത്തിലെ ഒരു അപൂർവതയുമാക്കി മാറ്റുന്നത്. പകരം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് 3ാമത്തെ കർദിനാളായി മാർ ജോർജ് കൂവക്കാട് എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 21 കർദിനാൾമാരാണ് ഇന്ന് 8:30 സ്ഥാനാരോഹണത്തിലൂടെ കർദിനാൾമാരായി മാറുന്നത്. ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്.